ഹരി ഓം നമസ്തേ. നാം മാതൃകുല ധർമ്മരക്ഷാ ആശ്രമം മഠാധിപതിയും ആചാര്യനുമായ ആദിമാർഗാവധൂതൻ മഹാ ചണ്ടാളബപ്പ മലവാരി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് പറയാം. ഗൗരവം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേൾക്കുന്നവരാണ് നിശ്ചയിക്കേണ്ടത്. അത് എന്താ വെച്ചാൽ ആധ്യാത്മികത മാത്രമല്ല, കുറച്ച് ഭൗതികത കൂടി ചേർത്ത് നമ്മുടെ സമൂഹം, കേരളീയ സമൂഹത്തിന്റെ ടോട്ടൽ ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഇന്ന് കേരളത്തിൽ ആകമാനം ഈ ഭൂമിയില്ലാതെ, ഒരു തുണ്ട് ഭൂമിയില്ലാതെ ഇല്ലേ. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ശൗചാലയം കെട്ടണം എന്നൊക്കെ പറയും, പക്ഷെ ശൗചാലയം പോലും കെട്ടാനുള്ള ഭൂമി പോലും ഇല്ലാതെ എത്രയോ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ അധികവും വരുന്നത് ദളിത് ആദിവാസി സമൂഹത്തിലാണ്. മറ്റുള്ളവരില്ല എന്നല്ല, മറിച്ച് എല്ലാവരിലും ഉണ്ട്, പക്ഷെ കൂടുതൽ ഇവരാണ്. ചെങ്ങറ സമരം പോലുള്ള സമരങ്ങൾ, ഭൂസമരങ്ങളൊക്കെ നമുക്കറിയാം, ഇന്നും അതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭൂമിയില്ലാത്ത നമ്പൂതിരിയെ പോലും നമുക്കറിയാം, നമ്പൂതിരിമാരുണ്ടല്ലോ, നമ്പൂതിരിയെ പോലും നമുക്കറിയാം. ഈ തൃശ്ശൂർ ജില്ലയില് നമുക്ക് നേരിട്ട് അറിയുന്ന ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല, എന്തായാലും ഒരാളുടെ ഒത്തിരി വിഷമിച്ച് ഒരു കുടില് കെട്ടിയിട്ടാണ് താമസിക്കുന്നത്. എന്തായാലും ശരി, എല്ലാവരും, ഇപ്പൊ മറ്റുള്ളവരെല്ലാവരും, എല്ലാ വിഭാഗം ആളുകളും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളത്, കേരളത്തില് നമുക്ക് തരാൻ ഭൂമിയില്ല എന്നാണ് സർക്കാരുകൾ പറയാറ്. ഈ ഭൂമി ഇല്ലാത്തവർക്ക് തരാൻ ഭൂമിയില്ല എന്നാണ് പറയാറ്. നമുക്കത് വളരെ ഖേദമായിട്ട് തോന്നുന്നു. കാരണം എന്തിനാണ് സർക്കാരുകൾ ഇങ്ങനെ പറയുന്നത്? ഒരു സർക്കാരിനെയല്ല, ഇന്നത്തെ സർക്കാരിനെയല്ല പറയുന്നത്, മാറി മാറി വന്ന സർക്കാരുകളെയാണ് പറയുന്നത്. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് ചിന്തിക്കണം. ഭൂപരിഷ്കരണ നിയമമൊക്കെ വന്ന് ഭൂമിയോ കൊടുത്തു എന്ന് പറയുമ്പോഴും നമുക്കറിയാം, സാധാരണക്കാർക്കൊന്നും അത്ര ഭൂമിയൊന്നും ഇപ്പോഴും ഇല്ല, എല്ലാവർക്കും ഭൂമിയില്ല. അപ്പൊ നമ്മൾ തന്നെ താമസിക്കുന്ന 3 സെന്റ് ഭൂമിയില്ല. അപ്പൊ എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈ ഭൂമി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കേസ് വാദിച്ചിരുന്നത്, പ്രത്യേകിച്ച് ഇവിടുത്തെ ഭൂമിയൊക്കെ കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. പ്രത്യേകിച്ച് പാട്ടക്കാലാവധി, ബ്രിട്ടീഷ് സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന സിസ്റ്റം പ്രകാരം കൈയടക്കി വെച്ച പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമി ഉള്ളതൊക്കെ കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. പേര് നമുക്കറിയാം, പ്രത്യേകം പേരാണ്. പ്രത്യേകിച്ച് ഇന്ന് ഒരു എന്താ പറയാ, ദൃശ്യമാധ്യമത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ കയ്യിൽ പോലും ഒത്തിരി ഭൂമി ഇരിക്കുന്നതായിട്ട് ഇവിടെ തെളിവുകളുണ്ട്. നമ്മുടെ കയ്യിലല്ല, ആർക്ക് വേണമെങ്കിലും എവിടുന്ന് വേണമെങ്കിലും തെളിവുകളുണ്ട്. അവരൊന്നും പേരെടുത്ത് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ശരി, ഇവരെ കയ്യിൽ ഒത്തിരി ഭൂമിയുണ്ട്. അപ്പോൾ ഈ കേസ് വായിച്ചിരുന്ന സുശീല ഭട്ട് പറയുകയുണ്ടായി, അഭിഭാഷകയാണ് അവരിന്ന്, ഇപ്പോൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അവർ കേരളത്തിൽ ഇതിനു വേണ്ടി, കേസിന് വേണ്ടി ഒത്തിരി വർഷങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത ഒരു ഒരു എന്താ പറയുക, ഒരു പുണ്യാത്മാവാണ്. അവരൊക്കെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ എത്ര കുടിച്ചാലും മതിയാവില്ല. എന്താ വെച്ചാൽ അത്ര കണ്ട് ഈ ഒരു സമൂഹത്തിന്, അവർക്ക് ഭൂമിയില്ലാത്ത കേടൊന്നുമില്ല, പക്ഷെ ഈ ഒരു ജനതയ്ക്ക്, കേരളത്തിലെ ജനതയ്ക്ക് ഭൂമി വാങ്ങിത്തരനോട് ഒത്തിരി ഉറക്കമൊഴിച്ച് പഠിച്ച് കേസ് വായിച്ചിരുന്ന ഒരു അഭിഭാഷകയാണ്. അവരെ സർക്കാർ മാറ്റി, എന്തോ ആവട്ടെ, സർക്കാരും അവരും തമ്മിൽ. പക്ഷേ ആ ഒരു മഹതി പറഞ്ഞ ഒരു കാര്യം, കേരളത്തിൽ ഈ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കാതിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അവർക്ക് കൊടുക്കേണ്ട ഭൂമി ഇവിടെ ഉണ്ട്. ഇപ്പൊ സർക്കാരൊക്കെ പറയുന്നത് ഇവിടെ ഭൂമി ഇല്ല എന്ന്, പക്ഷെ അവര് ഈ കേസ് വാദിച്ച് അവര് പറയാണ് ഇവിടെ ഭൂമിയുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞത്, പകുതി കേരളം, പ്രത്യേകം ശ്രദ്ധിക്കുക, പകുതി കേരളം ഈ തരത്തിൽ കുത്തക മുതലാളിമാരുടെ കയ്യിലാണ്. അവർക്ക് ഇതിന്റെ യാതൊരുവിധ രേഖകളുമില്ല. അവര് ഈ മാറി മാറി വരുന്ന ഗവൺമെന്റുകളെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇത് കൈയടക്കുന്നത്. അവര് ഒരു TV മാധ്യമത്തിൽ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. കാരണം അവരെ ഈ ഒരു ഭാഗത്ത് നിന്ന് മാറ്റിയപ്പോൾ, ഈ ഒരു കേസ് വാദിക്കുന്നതിന്റെ ഭാഗമായി അവരെ മാറ്റിയ സമയത്ത് അവർ ഇന്റർവ്യൂ ടിവികളൊക്കെ കാണിച്ചിരുന്നു, ചാനലുകളൊക്കെ കാണിച്ചിരുന്നു. അതിലൊരു ചാനലിൽ അവർ പറഞ്ഞതാണ്. അപ്പൊ ഇത് കുറച്ചുകൂടി വ്യക്തമാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഭൂമി ഇല്ലായ്മയെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 2007 ജൂൺ 28 ഈ ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന നിവേദിതയെ ഏൽപ്പിക്കുന്ന ഇതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവരന്വേഷിച്ച് അവര് പറഞ്ഞതും എന്താ വെച്ചാല്, ഈ പറഞ്ഞ കമ്പനികളെയൊക്കെ പേരെടുത്ത് പറയുന്നുണ്ട്, ഇവരുടെ കയ്യിൽ ഭൂമിയുണ്ട്, ഇത്ര ഏക്കർ ഭൂമിയുണ്ട്. അത്ഭുതപ്പെടുന്നതിന്റെയൊക്കെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ ഇത്ര ഏക്കർ ഭൂമിയുണ്ട്. ഈ ഭൂമി സർക്കാരുകൾക്ക് നിഷ്പ്രയാസം പിടിച്ചെടുക്കാം, കാരണം അത്ര കണ്ട് തെളിവുകളൊന്നും അവരുടെ കയ്യിൽ, രേഖകൾ അവരുടെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് അത് നിഷ്പ്രയാസം പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റുമെന്ന് പറയുകയുണ്ടായി. പിന്നീട് അതിനുശേഷം വന്ന എൽ മനോഹരൻ കമ്മിറ്റിയും ഈ നിവേദിത കണ്ടുപിടിച്ച ഈ കാര്യം ശരിയാണെന്ന് പറയേണ്ട. പക്ഷെ നോക്കി നോക്കൂ, 2007 സംഭവിച്ചൊരു കാര്യം 2018 എത്തിയിട്ടും ഇതൊന്നും യാഥാർത്ഥ്യമാക്കാൻ സർക്കാരുകൾക്ക് പറ്റില്ല. സർക്കാരിനെ മാത്രം കുറ്റം പറയാൻ നാം തയ്യാറല്ല. കാരണം കേരള ജനത കൂടി ഉണരേണ്ടിയിരിക്കുന്നു. ഒരു ജാതിയോ അല്ലെങ്കിൽ ദളിതൊരു ആദിവാസി പ്രശ്നമല്ല അതെല്ലാം. അതുകൊണ്ടാണ് നമ്മൾ നമ്പൂതിരിയുടെ കാര്യം പറഞ്ഞത്. എല്ലാ സമൂഹം, മുഹമ്മദിയരായാലും ക്രൈസ്തവരായാലും ഈ ഭൂമിയിൽ ഇനിയിപ്പോൾ മതം ഇല്ലാത്തവനായാലും ശരി, ഇവിടെയൊക്കെ ഭൂമി ഇല്ലാത്ത ഒത്തിരി ആളുകളുണ്ട്, സ്വന്തമായിട്ട് ഭൂമി. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറവ് ചെയ്യാൻ പോലും ഭൂമി ഇല്ലാത്ത അവസ്ഥയുണ്ടായിട്ട് അടുപ്പ് തോണ്ടി കുഴിച്ചിടുക, റോഡ് സൈഡിൽ കൊണ്ടുവയ്ക്കുക, മുനിസിപ്പാലിറ്റിന്റെ മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുക, ഇത്തരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ എന്താ പറയാ,
അട്ടപ്പാടിലും വയനാട്ടിലേക്ക് ആദിവാസി പെൺകുട്ടികൾ കരഞ്ഞു പറയുന്ന വിഷ്വലൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വെളിക്കിരിക്കാൻ പോലും സ്ഥലമില്ല, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും സ്ഥലമില്ല ആ പെൺകുട്ടികൾ പറയുന്നത്. ആണുങ്ങളൊക്കെ എവിടെയെങ്കിലും ചാരി നിൽക്കുക, പെൺകുട്ടികളെ സംബന്ധിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് അവർക്ക് കഴിയില്ല. അപ്പൊ വെച്ചാൽ ആ ബുദ്ധിമുട്ടുകൾ, രാത്രി ഒന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഇത്തരത്തില് ഇതുപോലെ തന്നെ മീഡിയ വൺ എന്നൊരു ചാനലൊക്കെ ഒരു മുസ്ലിം കുടുംബത്തിന്റെ കാര്യം കാണിക്കാണ്ടായി. ഭൂമി ഇല്ലാണ്ട് ഒരു പുറത്തേക്ക് രാത്രി ഒന്ന് വെളിക്ക് പോവാൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഒന്ന് പുറത്തു പോകാൻ പറ്റാത്ത ഒരവസ്ഥയുള്ള കുടുംബങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ നന്നായി കാണും, ചിന്തിക്കുന്നു. പക്ഷെ നമ്മളെന്താ, എല്ലാവരും സ്വന്തം കാര്യം മാത്രം നോക്കുന്നു. പിന്നെയുള്ള ആളുകൾ ഉള്ളവർക്ക് സ്വന്തം കാര്യമാണ്. സാധാരണ നമ്മളൊക്കെ പറയാറുണ്ട്, ഞാനും എൻ്റെ ഭാര്യയും ഒരു തട്ടാനും മാത്രം ഈ സമൂഹത്തിൽ ഉണ്ടായാൽ മതി എന്നൊരു കാഴ്ചപ്പാട്. ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജാതീയ സംവരണത്തിലും ജനിച്ച പല ആളുകളും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുട്ടികളും മക്കളും ഒരു കാറും ഒരു ബംഗ്ലാവും മാത്രമെന്ന് സംവരണാടിസ്ഥാനത്ത് ജോലി വാങ്ങിയവർ പോലും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് പറയാനുള്ള നമ്മൾ ഉണർന്ന് ചിന്തിക്കുക. നമ്മളുടെ വേദേതിഹാസ പുരാണങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നമ്മൾ പ്രവർത്തിക്കണം, പ്രയത്നിക്കണം. അല്ലാണ്ട് ഇപ്പൊ പകുതി മുക്കാൽ ആളുകൾക്കും ഈ സംഭവം, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യും? എന്നും അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ എന്നും ദൈവത്തിനോട് ഭൂമി ഇല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചാലോ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് വരുമ്പോൾ ദൈവമേ എന്നെ രക്ഷിക്കണേ, ഞങ്ങൾക്ക് ഭൂമി തരണേ, ഞങ്ങൾക്ക് ഭൂമി തരണേ എന്ന് പറയും. എന്റെ പൊന്നു മക്കളെ, ഭൂമി ദൈവത്തോട് തരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ അവകാശമാണ്. സർക്കാരുകളുടെ കൂടെ നമ്മൾ നിന്നുകൊണ്ട്, നമ്മൾ സമരം ചെയ്തുകൊണ്ട്, നമ്മൾ ശബ്ദം ഉയർത്തിക്കൊണ്ട്, നമ്മളുടെ ശക്തി തെളിയിച്ചുകൊണ്ട്, പൊതുസമൂഹത്തിന്റെ ശക്തി തെളിയിച്ചുകൊണ്ട്, നമ്മളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കണം. കുത്തക മുതലാളിമാരുടേതല്ല ഈ കേരളം. പുറത്തുനിന്ന് വന്നവരാണ് ഇതിന്റെയൊക്കെ അവകാശികളായിട്ട് നിലനിൽക്കുന്നത്, നമ്മുടെ നാട്ടിലുള്ളവർ പോലുമല്ല. അപ്പൊ ഇവരിൽ നിന്ന് ഈ ഭൂമി പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് കൊടുക്കുക, എല്ലാവർക്കും ഏക്കർ കണക്കിന് ഭൂമി തരാനുണ്ടാവുന്നതാണ് സുശീല ഭട്ട് പറയേണ്ടത്. അതുകൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ദൈവത്തെ വിളിച്ചുകൊണ്ട് ദൈവം തരും ദൈവം തരും എന്ന് പടച്ചോണ്ട് ചോറ് പോലെ പറയാതിരിക്കുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് സനാതനധർമ്മ വിശ്വാസങ്ങൾ. സനാതനധർമ്മത്തിലെ മഹാവിഷ്ണു സങ്കല്പം, പാലാഴിയിൽ അനന്തന്റെ പുറത്ത് ശയിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു സങ്കല്പം. ഈ സങ്കല്പങ്ങളുടെയൊക്കെ മഹത്വം മനസ്സിലാക്കി ഈ കുത്തക മുതലാളിമാരും കോർപ്പറേറ്റുകളും തന്നെയാണ് കാശ് കൊടുത്ത് പലരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ഭാരതത്തിന്റെ വിഗ്രഹാരാധന തെറ്റാണ്, പാപമാണ്, അത് ചെയ്യുമ്പോൾ നരകത്തിൽ പോകും എന്നൊക്കെ പറയിപ്പിക്കുന്നത് തന്നെ ഒരു ഗൂഢശക്തിയാണ്. ഈ ഗൂഢശക്തിയെ ഹൈന്ദവർ മാത്രമല്ല എല്ലാവരും തിരിച്ചറിയുക. കാരണം ഇവിടെ ആ മഹാവിഷ്ണു സങ്കല്പം എന്ന് പറയുന്നു എന്ന് നാം പറയുമ്പോൾ ഏവർക്കും മനസ്സിലാവും. മഹാവിഷ്ണു സങ്കല്പം നമുക്കറിയാം പാലാഴിയിൽ കിടക്കുന്നു. ഇപ്പൊ ഇതൊക്കെ തെറ്റാന്ന് പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിലൊക്കെ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അർശ് ജലോപരി വിശ്രമിച്ചു എന്നുള്ളത്. ജലോപരി വിശ്രമിക്കുന്ന അർശ് എന്ന് പറഞ്ഞ സിംഹാസനം, അങ്ങനെ ഒരു ജലവും അതിന്റെ മുകളിൽ സിംഹാസനം, അവിടെ ദൈവം ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ വിഗ്രഹാരാധന കുറ്റം പറയാൻ പാടില്ല. അപ്പൊ അത്തരത്തിൽ കൂടുതൽ ഉയർന്ന് ചിന്തിക്കുക ഓരോരുത്തരും. ഇതിന്റെയൊക്കെ തത്വം മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോൾ എന്തായി, നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അല്ലെ, എല്ലാം ഈശ്വരൻ തരും, ഈശ്വരൻ പകരം ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ മഹാവിഷ്ണു എന്ന് പറയുന്ന ആള് അനന്തന്റെ പുറത്ത് കിടക്കുന്നു. എവിടെയാ കിടക്കുന്നത്? സാക്ഷാൽ മഹാലക്ഷ്മിയുടെ മടിയിൽ തല വെച്ചിട്ടാണ് മഹാവിഷ്ണു കിടക്കുന്നത്. മഹാവിഷ്ണുവിന്റെ പാദങ്ങള് ഭൂമിദേവിയുടെ മടിയിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ മഹാവിഷ്ണു ആണെങ്കിലും യോഗനിദ്രയിലാണ്, കണ്ണടച്ച് യോഗനിദ്ര, ഉറങ്ങല്ല, യോഗനിദ്രയിലാണ് മഹാവിഷ്ണു കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ തത്വം? അതായത് ഇവിടെയാണ് ഈ ഭൂമി എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ നമുക്കറിയാം, മഹാവിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അകാരങ്ങളുടെ ഉകാരമായാലും ശരി, സൃഷ്ടിച്ച സംഹാരങ്ങളുടെ സ്ഥിതി ആയാലും ശരി, നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ സ്ഥിതി, നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കല്പം, അല്ലെങ്കിൽ നിലനിൽപ്പിനെ കാണിക്കുന്ന സങ്കല്പമാണ് മഹാവിഷ്ണു, നിലനിൽപ്പ്. അപ്പൊ നിലനിൽപ്പ് എങ്ങനെ നിലനിൽക്കുന്നു? ഈ പറഞ്ഞ പോലെ ഈ മഹാലക്ഷ്മിയുടെ മടിയിൽ തലവെച്ച് ഭൂമിദേവിയുടെ മടിയിൽ കാല് വെച്ചിട്ടാണ് കിടക്കുന്നത്. അതായത് നമുക്ക് സ്ഥിതി ചെയ്യണമെങ്കിൽ ലക്ഷ്മി എന്തിന്റെ? ധനത്തിന്റെ കാരകയാണ്, അല്ലെങ്കിൽ ധനത്തിന്റെ ഒരു മൂർത്തിഭാവമാണ് മഹാലക്ഷ്മി. അപ്പൊ നമുക്ക് തലയ്ക്ക് ധനം വേണം, വെച്ചാൽ നമുക്ക് സമാധാനമായിട്ടിരിക്കണമെങ്കിൽ ധനം വേണം. അതുപോലെ തന്നെ കാലെവിടെ ഊന്നിയിരിക്കുന്നു? ഭൂമിയിൽ. അപ്പൊ നമുക്കിവിടെ സ്ഥിതി ചെയ്യണമെങ്കിൽ ഭൂമി വേണം. സ്ഥിതി ചെയ്യണമെങ്കിൽ ഭൂമിയും ധനവും കൂടിയേ തീരൂ. നമ്മളൊന്ന് ചിന്തിക്കുക. ഇവിടെ ഇപ്പൊ ഇത്ര കണ്ട് വലിയ സന്യാസം പറഞ്ഞ് നടക്കുന്ന ആളുകൾ പോലും എല്ലാം ഉപേക്ഷിച്ച് എല്ലാം പരിത്യജിച്ച് നടക്കുന്നവരാണ് ഇതാ സന്യാസി. നമുക്ക് തന്നെ അപകടം വന്നപ്പോൾ ചില സന്യാസിമാർ വിളിച്ച് പറയണ്ട, അയ്യോ നിങ്ങൾ ഇങ്ങനെ വല്ലാണ്ട കാര്യത്തിൽ ഇടപെടണ്ട, ഞങ്ങളൊക്കെ തന്നെ ബാങ്ക് ബാലൻസ് ഉണ്ടാവേണ്ട ഇങ്ങനെ നടക്കുന്നത്, നിങ്ങൾക്ക് അതുപോലും ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ സത്യത്തിൽ ഈ സന്യാസം പറയുന്നവർ പോലും ബാങ്ക് ബാലൻസ് കൊണ്ട് മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് കിട്ടിയിട്ടൊക്കെയാണ് അവർ നടക്കുന്നത്. അല്ലെങ്കിൽ അവർക്ക് ഒത്തിരി ബിസിനസ് മേഖലകളുണ്ട് പലർക്കും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ച് ഈ മഹാവിഷ്ണു തത്വം പൂർണ്ണമായി സ്വീകരിക്കുക. അവർക്ക് ഈ പറഞ്ഞ സ്ഥിതി ചെയ്യണമെങ്കിൽ എല്ലാവരും അറിയും, സാക്ഷാൽ മഹാവിഷ്ണു തത്വത്തിൽ നിന്നും ഇവിടെ നിലനിൽക്കണമെങ്കിൽ പൊന്നുമക്കളെ നമുക്ക് ഭൂമി വേണം, അതുപോലെ തന്നെ
ധനം വേണം, ഇത് മാത്രം ഉണ്ടായാൽ മതിയോ? ഇല്ല. ഇത് മാത്രം കൊണ്ട് നടക്കുന്നവരും പ്രത്യേകം ചിന്തിക്കുക. എന്താണ്? അവിടെ മഹാവിഷ്ണു യോഗനിദ്രയിലാണ്. അത് വെച്ചാൽ ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യം ആത്മീയത കൂടി നമുക്ക് വേണം. അപ്പൊ ഭൗതികതയും ആധ്യാത്മികതയും കൂടിയ സനാതന ദർശനമാണ് ഈ പറയുന്നത്. ഇവിടെ ഇത് രണ്ടും വേണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ ദൈവം ചോദിച്ചോളും എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക. ഇവിടെ കംസനായാലും രാവണനായാലും മറ്റ് ഏത് തരത്തിൽ മഹിഷാസുരനായാലും ശരി, ദൈവം ഈ പറഞ്ഞ പോലെ തന്നെ അതൊക്കെ ദൈവം കൊടുത്തോളും എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടില്ല. കൊടുക്കേണ്ടത് കൊടുത്തു, വധിക്കേണ്ടവനെ വധിച്ചു, വാങ്ങേണ്ടത് വാങ്ങി. ആ തത്വത്തിലേക്ക് നമ്മൾ വരിക. നമ്മൾ പ്രതികരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടും. ഭാരതീയൻ അർപ്പിച്ച് നമ്മൾ ഹൈന്ദവ ജനത അല്ലെങ്കിൽ എല്ലാവരും ഇതിനൊന്നും മനസ്സിലാക്കും. ഇത് ഇപ്പൊ ബദർയുദ്ധമായാലും മറ്റു പല കാര്യങ്ങൾ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നു. അതുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്കും അല്ലെങ്കിൽ എല്ലാവർക്കുമുള്ള ഭൂമി കേരളത്തിലുണ്ട്. അതിന് ആധ്യാത്മിക തത്വത്തെ മനസ്സിലായിക്കൊണ്ട് ഈശ്വരൻ ചോദിക്കുമെന്ന് കരുതാതെ ഉണരുക. ഏതെങ്കിലും 10 ആളുകൾ പറയുമ്പോൾ അവര് വാങ്ങി തന്നാലാണ് വാങ്ങാം എന്ന് പറഞ്ഞ് അവനവന്റെ വീട്ടിലോ അല്ലെങ്കിൽ പീഡിയത്തിണ്ണയിലോ ചുരുണ്ടുകൂടി ഉറങ്ങാതെ കിട്ടിയതും തിന്നിരിക്കാതെ പൊതുസമൂഹമേ എല്ലാവരും ഉണരുക. കാരണം ഇല്ലെങ്കിൽ ഈ വെട്ടിപ്പിടിച്ചവൻ ഇനിയും വെട്ടിപ്പിടിച്ച് ആർക്കും ഒന്നും ഇല്ലാണ്ട്. പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിന്റെ നാശം തന്നെ ഈ ഭൂമിയുടെ പ്രാധാന്യം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടും ഉള്ള ഭൂമി വിറ്റ് കാശ് വാങ്ങി ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുകയാണ് പല ആളുകൾ, അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭൂമി എന്ന് പറഞ്ഞ അമ്മയാണ്, ഭാരതാംബ, ഭൂമി മാതാ എന്നൊക്കെ പറയും. ഗോമാതാവിന് കൊടുക്കുന്ന പ്രാധാന്യം അതിലേക്കാൾ പ്രാധാന്യം ഭൂമിക്ക് കൊടുക്കണം. പക്ഷെ ഈ ഭൂമിയാ വെക്കുന്നത്. സ്വന്തം തള്ളയെ വിറ്റ് കാശ് വാങ്ങുന്ന ഈ സമ്പ്രദായം, ഈ സംസ്കാരം നമ്മൾ നിർത്തണം. ഈ അമ്മയെ ആരും വിറ്റ ചരിത്രമില്ല. അപ്പൊ പ്രത്യേകിച്ച് അറിയാം, ഇനി വരും കാലഘട്ടത്തിൽ ഓരോ പിടി, ഓരോ തരി മണ്ണിന് പോലും വില കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഹൈന്ദവ ജനതയുടെ കയ്യിൽ ഒരു പിടി മണ്ണ്, ഒരു തരി മണ്ണില്ലാത്ത അവസ്ഥ വന്നില്ല. എന്തായിരിക്കും സ്ഥിതി? ഈ പറഞ്ഞതൊന്നും നടക്കില്ല. നമ്മൾ ഈ പോപ്പുലേഷൻ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ജനസംഖ്യ എങ്ങനെ അനുപാതികമായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഭൂമിയും ഭക്ഷണവും ജോലിയും താമസവും ഒക്കെ വേണം. അതെല്ലാം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ചിലരൊക്കെ പറയേണ്ടത് നിങ്ങൾ ആധ്യാത്മികത ആളല്ല, നിങ്ങൾക്ക് ഭൗതികത ഒന്നും അറിയില്ല. തീർച്ചയായിട്ടും നമുക്ക് ഭൗതികത അറിയില്ല. അതിപ്പോ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഭൗതികത അറിയില്ല എന്നുള്ളത്. പക്ഷെ മറിച്ച് ചിന്തിക്കുക. ഇതുപോലെ തന്നെയാണ് സനാതന ദർശനങ്ങളിലെ ഓരോ പ്രതീകങ്ങളും. അതിനെ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓരോന്നും. അതുകൊണ്ട് തന്നെ അതിനെ തളർത്താൻ വേണ്ടിയും തകർക്കാൻ വേണ്ടിയിട്ടും ഗൂഢശക്തികൾ ശ്രമിക്കുന്നുണ്ട്. സനാതനധർമ്മ സംസ്കാരം നിലനിർത്തണം, ഹൈന്ദവ സംസ്കാരം നിലനിർത്തണം. അതിലൂടെ ഇത്തരത്തിലുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ വരണം, നമ്മൾ പ്രതികരിക്കണം. നമ്മൾക്ക് ഈ കേരളത്തിലെ പകുതി കുത്തക മുതലാളിമാരുടെ കയ്യിലിരിക്കുന്ന പകുതി ഭൂമി നമുക്ക് വാങ്ങിയേ പറ്റുള്ളൂ. അതൊരു ദളിതന്റെ ആദിവാസിയുടെ പ്രശ്നമല്ല, കേരളത്തിലെ മൊത്തം ജനതയുടെ പ്രശ്നമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ഇതൊരു വെറും ഒരു ആധ്യാത്മികതയിലാണ്, ഭൗതികതയിലൂന്നിയ ഭഗവദ്ധ്വജം നമുക്ക് കാണിച്ചു തന്ന ഭൗതികതയിലൂന്നിയ ആധ്യാത്മികത എന്ന സത്യത്തെ മനസ്സിലാക്കി ഓരോരുത്തരും പ്രവർത്തിക്കുക. കല്ലടിക്കോട് മലവാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആശ്രമത്തിക്ക് വിളിക്കാം. ആശ്രമത്തിക്ക് വിളിക്കേണ്ട നമ്പർ 99 47 67 35 11. നമ്മളുടെ വീഡിയോ കണ്ട് പലരും നമ്മളുടെ FBക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അത് നമുക്ക് എടുക്കാനാവില്ല, ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഇരുന്നുണ്ടെങ്കിൽ ആദിമാർഗി മഹാചണ്ടാള ബാബ എന്ന് ഇംഗ്ലീഷിൽ അടിക്കുക. ആദിമാർഗി ADIMARGI ആദിമാർഗി മഹാചണ്ടാള MAH മഹാചണ്ടാള ബാബ എന്ന് ഇംഗ്ലീഷ്, ചണ്ടാള ബാബ മലവാരി എന്ന് ഇംഗ്ലീഷിൽ അടിക്കുക. അങ്ങനെ ഒരു പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അത് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വീഡിയോ, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരെയും കല്ലടിക്കോട് കരിനീലി അമ്മയും പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നമസ്തേ. ഓം നമഃ ശിവായ.